നാരായണ. ഹരി ഓം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. നാരായണ. ഓം. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിബോധം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഭഗവത്ഗീത പഠന പരമ്പര 19-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഒന്നാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 ക്ലാസ്സുകൾ ഒന്നാം അധ്യായത്തെക്കുറിച്ച് കഴിഞ്ഞു. 3-4 ക്ലാസ് കഴിഞ്ഞു. ഇന്ന് തുടരാം. വൃശ്ചിക സംക്രമ സന്ധ്യ കൂടിയാണെന്ന് അല്ലേ? നാളെ വൃശ്ചിക പുലരി. ഇന്നത്തോടുകൂടി തുലാമാസം
അവസാനിക്കുന്നു. പുതിയ മാസം, വൃശ്ചിക മാസം എല്ലാവർക്കും എല്ലാ നന്മകളെയും കൊണ്ടുവരട്ടെ. കൂടുതലായിട്ടുള്ള ഈശ്വര ഭക്തിയും ശ്രദ്ധയും ആധ്യാത്മിക കാര്യങ്ങളിൽ നിഷ്ഠയും കൊണ്ടുവരട്ടെ. മണ്ഡലകാലം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ ആശംസകളും. അയ്യപ്പസ്വാമി കേരളത്തെ അനുഗ്രഹിക്കട്ടെ. കേരളത്തെ മാത്രമല്ല, കേരളത്തെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. ലോകത്തുള്ള എല്ലാ ഭക്തരെയും അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ. ഭഗവത്ഗീത 1-ാം അധ്യായം 14-ാം ശ്ലോകം വരെ മറ്റാണ് വായിച്ചത്, പറഞ്ഞതും. അതുവരയ്ക്ക് വേഗം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ്ഭഗവദ്ഗീത പ്രഥമോऽധ്യായഃ. അർജുന വിഷാദയോഗഃ. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുജുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. അത്ര ശൂരാ മഹേശ്വാസാഃ ഭീമാർജുന സമായുധി. യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. ദൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ. പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. യുധാമന്യുശ്ച വിക്രാന്തഃ ഉത്തമൗജാശ്ച വീര്യവാൻ. സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. അസ്മാകം തു വിശിഷ്ടായേ താന്നിബോധദ്വിജോത്തമം. നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ. അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. അന്യേ ച ബഹവഃ ശൂരാः മദർത്തെ ത്യക്തജീവിതാः. നാനാശസ്ത്രപ്രഹരണാः സർവേ യുദ്ധവിശാരദാः. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം. പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ. ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. തസ്യ സഞ്ജനയൻ ഹർഷം കുരു വൃദ്ധഃ പിതാമഹഃ. സിംഹനാദം വിനദ്യോച്ഛൈഃ ശംഖം ദദ്മൗ പ്രതാപവാൻ. തതഃ ശംഖാശ്ച ഭേര്യശ്ച പണവാനകഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മുലോഭവത്. തതഃ ശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്ദനേ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മതുഃ. നാരായണ. നാരായണ.
ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുസ്വാഗതം, ശുഭസായാഹ്നം. ആരോ എൻ്റെ ഇടയിൽ കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു, ശബരിമലയിൽ ഈ വർഷം പോകുന്നതിൻ്റെ എൻ്റെ അഭിപ്രായം എന്താണെന്ന്. എൻ്റെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ആചാര്യന്മാരും ഒരേ സ്വരത്തിൽ പറയുകയാണ്, ഇന്നത്തെ സാഹചര്യത്തിൽ അതുപോലെ സർക്കാരിൻ്റെ പല ആചാരവിരുദ്ധങ്ങളായ നിയമങ്ങളും അല്ലെങ്കിൽ പ്രസ്താവങ്ങളും പുറപ്പെടുവിച്ചിരിക്കെ നമ്മുടെ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് ശബരിമലയിൽ പോകാൻ കഴിയാത്തിടത്തോളം കാലം നമ്മൾ പോകേണ്ടതില്ല. വീടുകളെ തന്നെ സന്നിധാനമാക്കി മാറ്റുക. അവരവരുടെ ചുറ്റുപാടുള്ളതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ, അതും വിജനങ്ങളായ ക്ഷേത്രങ്ങളിൽ, അധികം തിരക്കില്ലാത്തതായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് ദർശനം ചെയ്യുക. അവിടെ ചെന്ന് ശരണം വിളിക്കുക. അവിടെ ചെന്ന് മാലയിടുക. അല്ലെങ്കിൽ മാലയിട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സുകൊണ്ടൊരു വ്രതം ധരിച്ചാൽ മതി. അയ്യപ്പ ഭഗവാനെ പ്രാർത്ഥിക്കുക, തീവ്രമായി തന്നെ പ്രാർത്ഥിക്കുക. ഈ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടുള്ള ഒന്നാമത് ഈ കൊറോണ എന്നുള്ളതായിട്ടുള്ള മഹാമാരിയുടേതായിട്ടുള്ള വ്യാപനമുണ്ട്. അതും ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലാണെന്ന് ഏറ്റവും അധികം വേഗത്തിൽ ഇത്രയും ചെറിയൊരു സംസ്ഥാനത്ത് ഏറ്റവും അധികം രോഗികളുള്ളത്. നമുക്കറിയില്ല ആർക്കൊക്കെയാണ് ഉള്ളത് എന്ന്. അതുകൊണ്ട് കഴിയുന്നതും തിരക്കുകളില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പോകുക എന്നേ നിവൃത്തിയുള്ളൂ. ശബരിമലയിൽ എല്ലാവരും കൂടി പോയി ലക്ഷക്കണക്കിന് ആളുകളുടെ തിരക്കുണ്ടാക്കേണ്ട കാര്യം ഇല്ല. അങ്ങനെ എല്ലാവർക്കും അസുഖം പരക്കാനിടയാവാൻ അതൊരു കാരണമാകരുത്. സർവശക്തനും സർവവ്യാപിയും സർവജ്ഞനുമായിട്ടുള്ള ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ അറിയും. അപ്പം നമുക്ക് എത്ര ഭക്തിയുണ്ട്, ഭഗവാനെ നമ്മൾ എത്ര ഭജിക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഭഗവാൻ അറിയാം. അപ്പോൾ എന്തെങ്കിലും വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അത് ചെയ്യാം. ഒരു വിരോധവുമില്ല. അവിടെയുള്ള അയ്യപ്പൻ തന്നെയാണ് ഇവിടെയുള്ള നമ്മുടെ ചുറ്റുപാടുള്ള ക്ഷേത്രങ്ങളിലുള്ള അയ്യപ്പനും. അതുകൊണ്ട് ഇവിടെയുള്ള നമ്മുടെ ചുറ്റുപാടുള്ള ചെറിയ ക്ഷേത്രങ്ങളെ നന്നാക്കുക. നമ്മൾ ഈ ദേവസ്വംകാർക്ക് കൊള്ളയടിക്കാൻ വേണ്ടി കൊണ്ടു കൊടുക്കാതിരിക്കുക. അതുപോലെ വഴിപാടുകളും പോസ്റ്റലായിട്ടും ഓൺലൈനായിട്ടും ഒന്നും അയക്കേണ്ട കാര്യവും ഇല്ല. എല്ലാം ഭഗവാൻ അറിയാം. വരുമാനത്തിന് വേണ്ടി മാത്രമാണ് അവർ വഴിപാട് സമ്പ്രദായമൊക്കെ ഓൺലൈനാക്കി പാർസലായിട്ട് പ്രസാദം അയച്ചു തരാമെന്നൊക്കെ പറയുന്നത്. അതൊക്കെ വെറും കച്ചവട ചരക്കുകൾ മാത്രമാണ്. ഭഗവാന് നിവേദിച്ചതൊന്നും ആയിരിക്കുകയില്ല. അതുകൊണ്ട് ദേവസ്വംകാർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നിന്നു കൊടുക്കണ്ട. എല്ലാ ദേവസ്വം ക്ഷേത്രങ്ങളിലും വരുമാനം കുറയുമ്പോൾ അവർക്ക് താല്പര്യം കുറയും. അതിനു മുമ്പേ തന്നെ അവരെ അവിടെ നിന്നൊക്കെ പുറത്താക്കണം. നമ്മൾ അതിനുള്ള വഴികളാണ് നോക്കേണ്ടത്. അതിന് കേന്ദ്രത്തിൽ കേസ് നടക്കുന്നുണ്ട്, സുപ്രീം കോടതിയിലൊക്കെ കേസുകൾ നടക്കുന്നുണ്ട്. ഒക്കെ നേരെയായി വരട്ടെ. അയ്യപ്പസ്വാമി അനുഗ്രഹിച്ച് എല്ലാം നേരെയായി വരട്ടെ. ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾ ഭരിക്കുന്ന, ഹിന്ദു സമാജം ഭരിക്കുന്ന, സമാജത്തിലെ നിസ്വാർത്ഥ സേവകന്മാരായിരിക്കുന്ന ആളുകൾ നിയന്ത്രിക്കുന്നതായിട്ടൊരവസ്ഥയിലേക്ക് വരട്ടെ എല്ലാ ക്ഷേത്രങ്ങളും. അല്ലാതെ ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യമുള്ള ആളുകളും അവിടെയും കയറിക്കൂടാതിരിക്കാൻ അതിനുള്ള വ്യവസ്ഥകൾ കൂടെ വേണം.
ആ രീതിയിലുള്ള ഒരു വ്യവസ്ഥ വരട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വർഷം നമ്മുടെ ശബരിമല നമ്മുടെ വീട്ടിൽ തന്നെയാണ്. വ്രതങ്ങൾ അതെല്ലാം അനുഷ്ഠിക്കുന്നതൊന്നും മുടക്കണ്ട. ചുറ്റുപാടുമുള്ള ക്ഷേത്രങ്ങളിൽ പോവുക. ഇതാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഗീതയിലേക്ക് വരാം. ഓം കൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഇന്നലെ നമ്മൾ കണ്ട ഭാഗം ദുര്യോധനൻ ദ്രോണരോട് ദ്രോണാചാര്യരെ സമീപിച്ചുകൊണ്ട് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു. അവസാനം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ളൊരു ഭയം, ഒരു ആകാംക്ഷ അത് പ്രകടിപ്പിച്ചു. നമ്മുടെ സൈന്യം അപര്യാപ്തമാണ്, പാണ്ഡവന്മാരുടെ സൈന്യം അത് ഭീമാഭിരക്ഷിതം, വളരെ ശക്തിയുള്ളതാണ്, നമ്മളെ ജയിക്കാൻ പര്യാപ്തമായിട്ടുള്ളതാണ് എന്ന് പറയുന്നത് കേട്ടു. നമ്മൾക്ക് ജയം വേണമെങ്കിൽ അവസാനം വരെ നമ്മൾ ഭീഷ്മരെ രക്ഷിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ദ്രോണരോടും എടുത്തു പറഞ്ഞു. സർവേഷു അയനേഷു യഥാഭാഗം അവസ്ഥിതാഹ ഭീഷ്മമേവ അഭിരക്ഷന്തു ഭവന്ത സർവയേവഹി. നിങ്ങളെല്ലാവരും തന്നെ അതിൽ മനസ്സിരുത്തണം, ഭീഷ്മരെ രക്ഷിക്കണം. ഭീഷ്മർ രക്ഷിക്കപ്പെട്ടാൽ നമ്മൾക്ക് യുദ്ധം ജയിക്കാം. അപ്പൊ എന്താണ് ഇവിടെ ഉദ്ദേശ്യം എന്നത് നമ്മൾ ഇന്നലെ കണ്ടു. ഭീഷ്മരെ രക്ഷിക്കേണ്ടത് ശിഖണ്ഡിയിൽ നിന്നാണ്. ബാക്കിയുള്ള ആളുകളിൽ നിന്നൊക്കെ ഭീഷ്മർ സ്വയം രക്ഷിക്കാൻ ശക്തനാണ്, സ്വയം പര്യാപ്തതയുള്ള ആളാണ്. ബാക്കി എല്ലാവരെയും രക്ഷിക്കാൻ ശക്തിയുള്ള ആളാണ്. അദ്ദേഹം ശിഖണ്ഡിയോട് മാത്രം യുദ്ധം ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. വാക്ക് പറഞ്ഞാൽ അത് പ്രസ്റ്റീജായിട്ട് പാലിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് മാറ്റില്ല. ശിഖണ്ഡിയോട് താൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇനി ആർക്കും അത് മാറ്റാനും സാധിക്കില്ല. അത് ഉറപ്പാണ്. അദ്ദേഹം ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പാണ്ഡവന്മാർ ശിഖണ്ഡിയെ കൊണ്ട് തന്നെ ഭീഷ്മരോട് യുദ്ധം ചെയ്യിക്കുകയും ചെയ്യാം. അപ്പൊ ഭീഷ്മർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾക്ക് പരാജയം ഉറപ്പാണ്. അതുകൊണ്ട് ആ ഭീഷ്മരെ രക്ഷിക്കേണ്ടത് അങ്ങയുടെയും ഉത്തരവാദിത്വമാണ് എന്ന് ദ്രോണരോട് എടുത്തു പറഞ്ഞു. അപ്പോൾ അധികം വിദൂരത്തല്ലാതെ ഈ തൻ്റെ പ്രപൗത്രന്റെ ദുര്യോധനന്റെ ഈ വെപ്രാളമൊക്കെ കാണുന്നുണ്ട് ഭീഷ്മ പിതാമഹൻ. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ എന്ന വണ്ണം തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ, ആ കൗരവന്മാരുടെ പിതാമഹനായ വൃദ്ധനായ പ്രതാപവാൻ, വൃദ്ധനാണെങ്കിലും പ്രതാപത്തിനൊരു കുറവുമില്ലാത്തവനായിട്ടുള്ള ആ ഭീഷ്മ പിതാമഹൻ ഉച്ചൈഹി സിംഹനാദം വിനദ്യ, നല്ല ഉച്ചത്തിൽ ഗർജനം ചെയ്തുകൊണ്ട് ശംഖം ദദ്മൗ, ശംഖത്തെ ഘോഷിച്ചു, മുഴക്കി. അപ്പോ പാണ്ഡവ പക്ഷത്തു നിന്നാണ് യുദ്ധപ്രഖ്യാപനം ആദ്യം ഉണ്ടാവേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ വിപരീതമായിട്ടാണ് കാണുന്നത്. കൗരവരാണ് ഇവിടെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നത്, അതും ഭീഷ്മ പിതാമഹൻ. അപ്പൊ ഈ യുദ്ധത്തെ അനിവാര്യമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഈ ഭീഷ്മ പിതാമഹൻ എന്നും കൂടെ അതിൽ നിന്ന് വായിച്ചെടുക്കുക. അവസാന നിമിഷം പോലും അദ്ദേഹത്തിന് മനം മാറ്റമോ കൗരവന്മാരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമമോ ഒന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നില്ല. അദ്ദേഹം അധർമ്മപക്ഷത്തെ നയിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞാനിതാ മുമ്പിൽ തന്നെ ഉണ്ട്. ഏത് പക്ഷത്ത്? അധർമ്മപക്ഷത്ത് എന്ന് ഉച്ചത്തിൽ
തൻ്റെ സന്നദ്ധതയെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളതായിട്ടുള്ള ആ ഒരു ധർമ്മച്യുതി, അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ബാധ പോലെ ആവേശിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. നമ്മൾ രാമായണത്തിലൊക്കെ കാണുമ്പോൾ രാവണൻ തൻ്റെ മരണം ഉറപ്പാണ് രാമന്റെ കൈയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടും തൻ്റെ എല്ലാ ബന്ധുക്കളും മക്കളും എല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ടും അവസാനവും ക്ഷമാപണം ചെയ്യാനോ സീതയെ കൊണ്ട് സമർപ്പിക്കാനോ തയ്യാറാവാതെ പിന്നെയും വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് അവശനായിക്കൊണ്ട് രാമനോട് യുദ്ധം ചെയ്യുന്ന, എന്ന് പറഞ്ഞാൽ തൻ്റെ ആ വാസനാബലം കൊണ്ട്, വിപരീത ബുദ്ധി കൊണ്ട് ശ്രീരാമനോട് യുദ്ധം ചെയ്യുന്ന രാവണനെ പോലെ ഇവിടെയും ഭീഷ്മ പിതാമഹൻ തൻ്റെ വാസനാബലം കൊണ്ട് അവശനാണ്, സ്വതന്ത്രനല്ല. അദ്ദേഹം സ്വതന്ത്രനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവ് അദ്ദേഹത്തെ അനുഗ്രഹിക്കുമായിരുന്നു. ഇവിടെ അദ്ദേഹത്തിന്റെ അറിവിനെ അദ്ദേഹത്തിന്റെ വാസന കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കൊക്കെ എല്ലാവർക്കും അറിവുണ്ട്, അറിവില്ലാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ നമ്മുടെ അറിവിനനുസരിച്ചല്ല നമ്മൾ എപ്പോഴും പെരുമാറുന്നത് എന്ന് മാത്രം. നമ്മുടെ വാസനയാണ് നമ്മളെ വലിച്ചഴയ്ക്കുന്നത്. അറിവിനെ നമ്മൾ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ച് നമ്മുടെ ശീലങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ പ്രവൃത്തികൾ. ആ ശീലങ്ങളെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്, മാറ്റേണ്ടത്. ശീലങ്ങൾ മാറ്റാതെ അറിവ് മാത്രം സമ്പാദിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. അത് നമ്മുടെ ഉള്ളിൽ ഒരു സംഘർഷം ഉണ്ടാക്കും എന്ന് മാത്രമേ ഉള്ളൂ. ആ സംഘർഷം ബലപ്പെടുമ്പോൾ നമ്മുടെ ശീലങ്ങളെ കുറച്ചൊക്കെ അത് ദുർബലപ്പെടുത്തും എന്നുള്ളതൊരു സത്യം. അപ്പൊ ഈ ഒരു സംഘർഷം നമ്മുടെ ഉള്ളില്, അറിവ് ഒന്ന്, പ്രവൃത്തി വേറൊന്ന്, ഇത് നമ്മുടെ ഇടയിൽ എല്ലാവരുടെ ഇടയിലുണ്ട്. നമ്മളൊക്കെ ചെയ്യാറുണ്ട്. ആരും അതിൽ നിന്ന് മുക്തരൊന്നുമല്ല. നമ്മുടെ അറിവിന് അനുസരിച്ച് പൂർണ്ണമായിട്ട് 100% നമ്മൾക്ക് നമ്മുടെ കൺവിക്ഷൻ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. എത്രത്തോളം നമുക്ക് ശരിയെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ, ധാർമ്മികമെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം നമ്മൾ ഭാഗ്യവാന്മാരാണ്. അത്രത്തോളം നമുക്ക് ഇന്റഗ്രിറ്റി ഉണ്ട്. അതിനാണ് ഇന്റഗ്രിറ്റി എന്ന് പറയുക. നമ്മുടെ മനസ്സും ബുദ്ധിയും പ്രവൃത്തിയും വാക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാം ഒരേ രീതിയിലിരിക്കുക. അവരാണ് സജ്ജനങ്ങൾ, മഹാത്മാക്കൾ. മറ്റത് വാക്കൊന്ന്, പ്രവൃത്തിയൊന്ന്, ചിന്തയൊന്ന്, അങ്ങനെയുള്ളവരെ ദുരാത്മാക്കൾ എന്നാ പറയുക. അപ്പൊ ഇവിടെ ഭീഷ്മ പിതാമഹൻ എത്ര അറിവുണ്ടായിക്കോട്ടെ, അതവിടെ ഇരിക്കട്ടെ, അത് ശരശയ്യയിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് വിളമ്പുന്നത്. അപ്പൊ ഈ അറിവൊന്നും അദ്ദേഹത്തിനെ സഹായിക്കുന്നില്ല. അദ്ദേഹം അധർമ്മപക്ഷത്തെ നയിക്കാൻ മുന്നിൽ നിൽക്കുകയാണ്. അദ്ദേഹം അധർമ്മപക്ഷത്തിന് വേണ്ടി യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു, അതിന് കാഹളം മുഴക്കി കഴിഞ്ഞു. അപ്പോൾ ഈ യുദ്ധത്തിൽ മുതിർന്ന ഒരാളാണ്, ഏറ്റവും മുതിർന്ന ആളാണ് കുരുവൃദ്ധ. ഈ യുദ്ധം വേണ്ടാന്ന് വെപ്പിക്കാൻ പ്രതാപവാനുമാണ് വേണമെങ്കിൽ. ആ പ്രതാപവാനായിട്ടും സാമർഥ്യമുള്ള ആളായിട്ടും കുരുവൃദ്ധനായിട്ടും അദ്ദേഹം മുമ്പിൽ നിന്നുകൊണ്ട് യുദ്ധത്തിനുള്ള ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞാൽ എത്രത്തോളം കണ്ടം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് ചിന്തിക്കുക. നമുക്ക് ഭീഷ്മ പിതാമഹനോട് ആരാധന കൂടിക്കൂടിയിട്ട് ഇതൊന്നും നമ്മൾ കാണാതെ പോകും. അനാവശ്യമായി പലരും ഭീഷ്മ പിതാമഹനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ് അദ്ദേഹത്തിന്റെ തെറ്റുകൾ കാണാതെ പോകും. അതുപോലെയാണ് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ നമ്മൾ കൂടുതൽ ആരാധിച്ച്
അവരെ വിമർശിക്കാൻ നമ്മൾ തയ്യാറാവില്ല. അവരുടെ തെറ്റുകൾ വിളിച്ചു പറയില്ല. രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ധൈര്യപ്പെടില്ല. അത് പറയാൻ ധൈര്യം വേണം. ഒന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ള ബോധ്യമുള്ള ആളുകൾക്ക് അത് വിളിച്ചു പറയാൻ പറ്റുള്ളൂ. കൊച്ചുകുട്ടികൾ നിഷ്കളങ്കരായിട്ടുള്ളവരാണ് രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞത്. ബാക്കി പ്രജകളൊക്കെ, ഉദ്യോഗസ്ഥരൊക്കെ വസ്ത്രം ധരിക്കാതെ എന്തോ ഒരു ദിവ്യ വസ്ത്രം താൻ ധരിച്ചിട്ടുണ്ട് എന്ന് ഭാവിച്ച് നടക്കുന്ന രാജാവിനെ എല്ലാവരും ഗംഭീരായിട്ടെന്ന് അദ്ദേഹത്തിന്റെ നഗ്നത കാണുമ്പോഴും അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന, അല്ലേ? ആ കഥ അറിയാലോ നമുക്കൊക്കെ. അപ്പോൾ അതുപോലെയാണ് ഇന്നത്തെയും അവസ്ഥ. പല രാജാക്കന്മാരുടെയും നഗ്നത വിളിച്ചു പറയാൻ ആർക്കും ധൈര്യമില്ല. അത് ഭീഷ്മരുടെ കാലത്തും അത് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നീടും ഭീഷ്മരെ കുറിച്ച് ആരാധിച്ച് അദ്ദേഹത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ആർക്കും ധൈര്യം ഇല്ല. ഭീഷ്മർ ആരാധ്യനാണ്. ഏത് ഭീഷ്മർ? ശരശയ്യയിൽ കിടന്ന് പ്രായശ്ചിത്തം ചെയ്ത ഭീഷ്മർ. എല്ലാ തെറ്റുകളും സ്വയം പശ്ചാത്തപിച്ച് കഴുകിക്കളയുന്ന, ശരശയ്യയിൽ 58 ദിവസം കിടന്ന് തന്റെ പാപങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്യുന്ന ആ ഭീഷ്മർ. വിഷ്ണു സഹസ്രനാമവും ഭഗവത് സ്തുതിയും സർവധർമ്മങ്ങളും ശരശയ്യയിൽ കിടന്നുകൊണ്ട് ലോകത്തിന് ഉപദേശിച്ചതായിട്ടുള്ള ആ ഭീഷ്മർ പൗരുഷമല്ല വലുത്, ഈശ്വരനാണ് വലുത് എന്ന് പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് ശരശയ്യയിൽ കിടക്കേണ്ടി വന്നു. പൗരുഷം കൊണ്ട് ഇവിടെ നമുക്ക് ഈശ്വരനെ വെല്ലുവിളിക്കാൻ പാടുള്ളതല്ല. നമ്മുടെ പൗരുഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈശ്വര നിയമങ്ങൾക്ക് അനുകൂലമായി മാത്രമാണ്. ഈശ്വര നിയമങ്ങൾക്ക് അനുകൂലമായി നമ്മുടെ ശക്തിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈശ്വര അനുഗ്രഹം നമുക്കുണ്ടാവും. അതല്ല നമുക്ക് പൗരുഷമുണ്ട്, ശക്തിയുണ്ട്, ബലമുണ്ട് എന്ന് കരുതി ഈശ്വര നിയമങ്ങളെ വെല്ലുവിളിച്ചാൽ അത് നാശം തന്നെയായിരിക്കും ഫലം എന്ന് ശരശയ്യയിൽ കിടന്നുകൊണ്ടേ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞുള്ളൂ. അതുവരെ തൻ്റെ പൗരുഷം കൊണ്ട് ഈശ്വര നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ബലവാനായിരുന്നു അദ്ദേഹം. അപ്പൊ അത് നമ്മളിവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് എന്ന് പറയാം. ആരാണ് ആദ്യം ശംഖ് മുഴക്കിയത്? ഇത് വളരെ നല്ല കാര്യമാണോ എന്ന് ചിന്തിക്കണം. അപ്പൊ ഈ യുദ്ധം തുടങ്ങി വെച്ചത് ആരാണ്? ഏറ്റവും നിരുത്തരവാദപരമായി പെരുമാറിയത് ആരാണ്? വാസ്തവത്തിൽ സമൂഹത്തോട് നിരുത്തരവാദപരമായി പെരുമാറുകയാണ് അദ്ദേഹം. 39 ലക്ഷം ആളുകളുടെ മരണത്തിലേക്കുള്ള കാഹളമാണത്. 39 ലക്ഷം ആളുകളുടെ മരണത്തിലേക്കുള്ള യമന്റെ കാഹളമാണത്. യഥാതഥമായി വിമർശന ബുദ്ധിയ അതിനെ നമ്മൾ ചിന്തിച്ചാൽ അതാണ് സത്യം. അല്ല, ആരാധനയോടുകൂടി ചിന്തിച്ചാൽ നമ്മൾ ബ്ലൈൻഡ് ആവും. നമുക്ക് സത്യം കാണാൻ കഴിയില്ല. ഉള്ളത് തുറന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ അതിന് മറുപടി ആരാണ്? ഈ പാണ്ഡവ പക്ഷത്തുനിന്ന് ആരാണ് ആദ്യം മറുപടി കൊടുക്കുന്നത് എന്നും കൂടി ശ്രദ്ധിക്കുക. ഭീഷ്മപിതാമഹൻ ശംഖം മുഴക്കിയതോടുകൂടി കൗരവപക്ഷത്തുള്ള എല്ലാവരും ഒന്നിച്ച് അവരുടെ വാദ്യങ്ങളും ഘോഷങ്ങളും സംഘങ്ങളും മുഴക്കി. അവരൊക്കെ അവരുടെ യുദ്ധസന്നാഹത്തെ, തയ്യാറെടുപ്പിനെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കണോ എന്നുള്ളതിനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഇനി പാണ്ഡവന്മാർ ഒരിക്കലും പിന്നോട്ട് പോകരുത്. പാണ്ഡവന്മാർ യുദ്ധം ചെയ്തേ മതിയാവൂ. ഇനി മടിച്ചു നിൽക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് പാണ്ഡവന്മാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആരാണ് പാണ്ഡവന്മാരുടെ പക്ഷത്തെ നയിക്കുന്നത് നോക്കൂ. സാക്ഷാൽ ഭഗവാൻ തന്നെ, ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ. അദ്ദേഹം ധർമ്മമൂർത്തിയാണ്.
ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള അവതാരമാണ് ഭഗവാന്റെ അവതാരം. ഏത് അവതാരങ്ങളും ധർമ്മരക്ഷയ്ക്കുള്ള അവതാരമാണ്. അപ്പം അങ്ങനെ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച ആ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടെ പാണ്ഡവ പക്ഷത്തു നിന്ന് ആദ്യം ശംഖം മുഴക്കുന്നത് എന്നുള്ളത് അത് ധർമ്മത്തിൻ്റെ നിലനിൽപ്പിനായി കൊണ്ടുള്ള പോരാട്ടത്തിൻ്റെ കാഹളമാണ്. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ യുദ്ധം ധർമ്മവും അധർമ്മവും തമ്മിലാണ്, ശ്രീകൃഷ്ണരും ഭീഷ്മരും തമ്മിലാണ്. ഇതിൽ ആരാണ് ജയിക്കേണ്ടത് എന്ന് വിവരമുള്ളവർ തീരുമാനിക്കുക. ഏത് പക്ഷം ജയിക്കണം, ആര് ജയിക്കണം, അതിനാണ് ഇവിടെ ഇതെടുത്തു പറഞ്ഞത്. ആദ്യം ഭഗവാൻ ശംഖം മുഴക്കുന്നു എന്ന്. മാത്രമല്ല ഭഗവാനെ ഇവര് പാണ്ഡവന്മാരെ അത്രത്തോളം ആശ്രയിച്ചിട്ടുള്ളവരാണ്. എല്ലാ ഉത്തരവാദിത്വവും ഭഗവാനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവര്. ഭഗവാൻ വേണ്ട എന്ന് പറഞ്ഞാൽ, യുദ്ധത്തിൽ നിന്ന് പിന്മാറിക്കോളൂ എന്ന് പറഞ്ഞാൽ പാണ്ഡവന്മാർ എന്നേ പിന്മാറും. ഭഗവാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഈ യുദ്ധം നമുക്ക് വേണ്ട കേട്ടോ എന്ന് ഭഗവാൻ പറഞ്ഞാൽ പാണ്ഡവന്മാർ എപ്പോ പിന്മാറി എന്ന് ചോദിച്ചാൽ മതി. ഭീമസേനൻ മാത്രമേ ഭഗവാനോട് ഇത്തിരി തർക്കിക്കാനോ എന്തെങ്കിലും തയ്യാറാവുള്ളൂ. പക്ഷെ അദ്ദേഹത്തിനും ഭഗവാനെ നല്ല ബഹുമാനവും സ്നേഹവും ഉണ്ട്. ബാക്കി 4 പേരും ഭഗവാൻ പറഞ്ഞാൽ, കൃഷ്ണൻ പറഞ്ഞാൽ സന്തോഷമായിട്ട് അവർ സ്വീകരിക്കും. അപ്പൊ ഭഗവാൻ പറഞ്ഞു നോക്കൂ. ഭഗവാൻ പറഞ്ഞില്ല. എന്തുകൊണ്ട്? പറയാൻ പാടില്ല. ധർമ്മരക്ഷയ്ക്കുള്ള യുദ്ധമാണിത്. ആ ധർമ്മരക്ഷ പാണ്ഡവരിലൂടെയാണ് താൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. പാണ്ഡവന്മാരുടെ കൈകളെ കൊണ്ടാവണം അത് നടത്തപ്പെടേണ്ടത്. താൻ അവരുടെ കൂടെ നിന്ന് വിജയത്തിന്റെ എല്ലാ ക്രെഡിറ്റും അവർക്ക് കൊടുത്ത് അവരുടെ കൈക്കരുത്ത് കൊണ്ട് തന്നെയാണ് അവർ ജയിച്ചത് എന്ന് ലോകത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തി ഭാവിയിൽ അവരാണ് രാജ്യം ഭരിക്കേണ്ടത്. അപ്പൊ അവരെ എല്ലാവരും അനുസരിക്കണം. പ്രജകളെല്ലാം അവരെ ബഹുമാനിക്കണം, ആദരിക്കണം, അവരുടെ ശക്തിയെ അംഗീകരിക്കണം. അവര് ഷോർട്ട് കട്ടിലൂടെ വന്നതല്ല. നമ്മുടെ ഇന്നത്തെ കേരളം ഭരിക്കുന്ന ആള് വേറൊരാളെ മുന്നിൽ നിർത്തിയിട്ട് ആളുകളുടെ വോട്ടൊക്കെ വാങ്ങിച്ചിട്ട് അയാളെ കറിവേപ്പിലാക്കിയിട്ട് ഇടിച്ചു കയറി സ്ഥാനം പിടിച്ചെടുത്തില്ലേ? അതുപോലെ കൃഷ്ണൻ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്ത് ജയിച്ച് പാണ്ഡവന്മാരെ സ്ഥാനത്ത് വന്ന ആളുകൾ അംഗീകരിക്കില്ല. കൃഷ്ണൻ ആയുധമെടുത്ത് യുദ്ധം ചെയ്തിരുന്നെങ്കിൽ ഇത് ലോകം മുഴുവൻ എല്ലാ കാലത്തും ശ്രീകൃഷ്ണന്റെ വിജയമായിട്ടേ കാണുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ ആയുധമെടുക്കുന്നതിൽ മടിയുണ്ടായിട്ടല്ല, ആയുധമെടുക്കുന്നത് തെറ്റായതുകൊണ്ടുമല്ല. അതുകൊണ്ടാണ് ഒരവസരത്തില് ഭീഷ്മരുടെ നേരെ ചക്രായുധവുമായിട്ട് ഭഗവാൻ പാഞ്ഞു ചെല്ലുന്നത്. തന്റെ വാക്കിനെ ലംഘിച്ചുകൊണ്ട്, താൻ ആയുധമെടുക്കില്ല എന്ന് വാക്ക് പറഞ്ഞിരുന്നതിനെ ലംഘിച്ചുകൊണ്ട് ഭീഷ്മരുടെ നേരെ ആയുധവുമായിട്ട് പായുന്നത് ഈ പാണ്ഡവന്മാര് പോരാത്തത് കൊണ്ടാണ്. അർജുനൻ ഭീഷ്മരോട് മര്യാദയ്ക്ക് യുദ്ധം ചെയ്യാത്തത് കൊണ്ടാണ്. പിതാമഹനോടുള്ള ബഹുമാനം കാരണം വേണ്ട രീതിയിൽ പ്രതിരോധിക്കുന്നില്ല, ആക്രമിക്കുന്നില്ല. അപ്പൊ ആ അർജുനനെ തന്റെ ഉത്തരവാദിത്വം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഇത്തിരി ഒന്ന് നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ്, ഇത്തിരി രോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആയുധമെടുത്ത് ഭീഷ്മരുടെ നേരെ പായുന്നത്. അപ്പോഴാണ് അർജുനന് ഉണർവുണ്ടായത്. ഇതെന്താത്, ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞ ഭഗവാൻ വരെ ആയുധം എടുക്കണോ? അപ്പൊ അത് തന്റെ പോരായ്മയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ കാൽക്കൽ ചെന്ന് വീണ് ഭഗവാന്റെ കാല് പിടിച്ച്, അങ്ങ് ആയുധം എടുക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം, ഞാൻ നോക്കിക്കോളാം, ഞാൻ യുദ്ധം ചെയ്തോളാം എന്ന് ഭഗവാനെ വാക്കുകൊടുത്ത് പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാന് ആയുധമെടുക്കാൻ മടിയോ, അതിന് പ്രത്യേകിച്ച് ആയുധമെടുക്കരുതെന്ന് വേറെ ആരെങ്കിലും ഭഗവാനെ ഡിക്റ്റേറ്റ് ചെയ്യോ ചെയ്തിട്ടില്ല. ഭഗവാന് വേണമെങ്കിൽ ആയുധമെടുക്കാമായിരുന്നു, ഒരു ദോഷവുമില്ല അതിന്.
പക്ഷെ ഭഗവാൻ എന്തുകൊണ്ട് ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞത് വെച്ചാൽ പാണ്ഡവന്മാരുടെ വിജയമാവണം ഈ വിജയം. സർവവിജയവും പാണ്ഡവന്മാർക്കുള്ളതായിരിക്കണം. ലോകം എല്ലാ കാലത്തും പാണ്ഡവന്മാർ സ്വപ്രയത്നം കൊണ്ടാണ് ജയിച്ചത് എന്ന് പറയണം. അവരുടെ ശക്തി കൊണ്ടാണ് അവർ ജയിച്ചത് എന്ന് പറയണം. അപ്പോഴേ അവര് നല്ല ഭരണാധികാരികളായി ജനങ്ങളാൽ ബഹുമാനിക്കപ്പെടുള്ളൂ, നല്ല ശക്തരായിട്ട് രാജാക്കന്മാരായി അംഗീകരിക്കപ്പെടുള്ളൂ, ലോകം മുഴുവൻ അവരുടെ മുമ്പിൽ വണങ്ങി നിൽക്കുള്ളൂ. ഇത്രയും ഒരു വിശാല വീക്ഷണം, ദീർഘവീക്ഷണം, നിസ്സംഗ വീക്ഷണം പാണ്ഡവന്മാർക്ക് വേണ്ടി ഭഗവാൻ ചെയ്യുന്നൊരു മഹത്തായ ഒരു ത്യാഗമാണത്. ആയുധമെടുക്കാതെ അവരെ ജയിപ്പിക്കുക വലിയൊരു ത്യാഗമാണ്. സ്വയം യുദ്ധത്തിൽ പങ്കാളിയാവാതെ അവർ കൈക്കരുത്തുള്ളവരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ അവരിലൂടെയാണ് ഭഗവാൻ ഇനി ധർമ്മ സംസ്ഥാപനം ചെയ്യുന്നത്. അവരുടെ ഭരണത്തിലൂടെ, യുധിഷ്ഠിരനെ പോലെ യോഗ്യനായിട്ടുള്ള ഒരു ഭരണാധികാരിയിലൂടെ അവിടെ നല്ലൊരു ഭരണം, സദ്ഭരണം കാഴ്ചവെക്കാൻ വേണ്ടി. ഇതൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് വിചാരം ചെയ്യണം, വിമർശന ബുദ്ധിയായി ഇതൊക്കെ നോക്കി കാണണം. അല്ല വെറുതെ വായിച്ച് പോവുക മാത്രമല്ല. ഭഗവാനാണ് ഇവിടെ പാണ്ഡവപക്ഷത്തിന് വേണ്ടി യുദ്ധകാഹളം ആദ്യം മുഴക്കുന്നത്. ഇനി പിന്നോട്ടില്ല, ഇനി എന്തു വന്നാലും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നത്. സ്വയം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഭഗവാൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ അനുസരിച്ചേ മതിയാവൂ. അതുകൊണ്ട് പിന്നാലെ പോയവരൊക്കെ അതുപോലെ അനുസരിക്കുന്നു. അപ്പൊ അതാണ് 14ാമത്തെ ശ്ലോകത്തിൽ തുടങ്ങി വെച്ചത്. തതശ്വേതൈർഹയൈർയുക്തേ മഹദിസ്യന്ദനേ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മദുഃ. തതശ്വേതൈർഹയൈർയുക്തേ മഹദിസ്യന്ദനേ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മദുഃ. അനന്തരം തതഃ, ഈ കൗരവപക്ഷത്തുനിന്ന് എല്ലാവരും ശംഖ് മുഴക്കിക്കഴിഞ്ഞപ്പോൾ, തതഃ ശ്വേതൈഹി ഹയൈഹി യുക്തേ മഹതി സ്യന്ദനേ സ്ഥിതൗ, വെളുത്ത കുതിരകളെ യോജിപ്പിച്ചതായിട്ടുള്ള വലിയ രഥത്തിൽ സ്ഥിതി ചെയ്യുന്നവരായ മാധവഃ പാണ്ഡവഃ ച ഏവ ദിവ്യൗ ശംഖൗ പ്രദദ്മദുഃ. മാധവനും പാണ്ഡവനും രണ്ടുപേരും ദിവ്യങ്ങളായ ശംഖങ്ങളെ പ്രകർഷേണ ദദ്മദുഃ ഘോഷിച്ചു, മുഴക്കി. ഇപ്പൊ ഇവിടെ അർജുനന്റെ കുതിരകളെല്ലാം വെളുത്ത കുതിരകളാണ്. ശ്വേതൈഹി ഹയൈഹി യുക്തേ. സുഗ്രീവൻ, മേഘപുഷ്പൻ, ബലാഹകൻ എന്നൊക്കെയുള്ള പേര് പറഞ്ഞ 4 കുതിരകൾ. അഗ്നി ഭഗവാൻ കൊടുത്തതാണ് ഈ രഥവും. അതുപോലെ ഗാണ്ഡീവം എന്നുള്ള വില്ലും. മയൻ കൊടുത്തതാണ് അർജുനന്റെ കയ്യിലുള്ള ശംഖം. ദേവദത്തം എന്ന് ഇനി പറയാൻ പോകുന്നതായിട്ടുള്ള ശംഖം മയൻ കൊടുത്തതാണ്. അസുരശില്പിയായ മയന്റെ സമ്മാനമാണ്. ഭഗവാന്റെ കയ്യിലുള്ള പാഞ്ചജന്യം എന്ന ശംഖം ഭഗവാൻ സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ 64 ദിവസം കൊണ്ട് 64 വിദ്യകളും അഭ്യസിച്ച ശേഷം ഗുരുവിന് എന്താ ദക്ഷിണ വേണ്ടത് എന്ന് ചോദിച്ച സന്ദർഭത്തിൽ ഗുരു ഒന്നും പറയുന്നില്ല. ഗുരു പത്നിയാണ്, സാന്ദീപനി പത്നിയാണ് ആവശ്യപ്പെട്ടത് തങ്ങളുടെ മരിച്ചുപോയൊരു പുത്രനെ തിരിച്ചു കൊണ്ടുതരാൻ പറ്റുമോ എന്ന്. അപ്പോഴാണ് ശ്രീകൃഷ്ണനും ബലരാമനും കൂടി ഈ കുട്ടി മരിച്ചുപോയത് ഒരു തീർത്ഥ സ്ഥാനത്താണ്, പ്രഭാസം എന്ന് പറയുന്ന കടലിന്റെ തീരത്താണ്. അപ്പൊ ആ കുട്ടി മുങ്ങിപ്പോയതായിട്ടുള്ള ആ കടലിൽ ചെന്ന് ഭഗവാൻ ആ വെള്ളത്തിൽ ആഴ്ന്ന് ചെന്ന് ഈ കുട്ടിയെ വിഴുങ്ങിയതായിട്ടുള്ളൊരു അസുരനുണ്ട്, പഞ്ചജനൻ എന്ന പേരില്. ശംഖത്തിന്റെ ആകൃതിയിലുള്ള, ശംഖം തന്നെയായിരുന്നു ആകൃതിയിലുണ്ടായിരുന്ന ഒരു അസുരനാണ് പഞ്ചജനൻ. ആ പഞ്ചജനനെ ഭഗവാൻ ചെന്ന് വധിച്ച്
പഞ്ചജനനെ ഉള്ളില് കുട്ടിയുണ്ടോ എന്ന് എന്താ പറയുക തെരഞ്ഞു നോക്കി. ഇല്ല. ആ കുട്ടി അപ്പോഴേക്കും യമലോകത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ പഞ്ചജനനെ വധിച്ച ആ പഞ്ചജനന്റെ ശരീരം, ആ ശംഖം, അതിലുള്ള മറ്റ് ഭാഗങ്ങളൊക്കെ കളഞ്ഞ് വലിയ ശംഖാണ്. അതിനെയാണ് പാഞ്ചജന്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ പാഞ്ചജന്യം എന്നുള്ള ആ ശംഖം ഭഗവാൻ തൻ്റെ ഒരു വിഭൂഷണമാക്കി മാറ്റി. ആ ശംഖം മുഴക്കിക്കൊണ്ടാണ് ഭഗവാൻ യമലോകത്തേക്ക് ചെന്നത്. യമലോകത്ത് ചെന്നപ്പോൾ യമൻ ഭഗവാൻ വന്നപ്പോൾ ഭയഭക്തി ബഹുമാനങ്ങളോടെ സ്വീകരിച്ച് ബഹുമാനിച്ച് അങ്ങ് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ യമനോട് പറഞ്ഞു, ഞാൻ വന്നത് എൻ്റെ ഗുരുവിൻ്റെ പുത്രനെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ്. അപ്പൊ യമൻ പറഞ്ഞു, അങ്ങ് തീരുമാനിച്ചാൽ പിന്നെ അതിന് മാറ്റമില്ല. നിയമപ്രകാരം ആ കുട്ടി മരിക്കേണ്ട കാലമായിരുന്നു. ആ കാലത്ത് ആ കുട്ടി മരിച്ചു. പക്ഷേ എന്താ പറയുക, സുപ്രീം കോർട്ട് തൂക്കിലേറ്റാൻ വിധിച്ച ആളെ പോലും പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് വേണമെങ്കിൽ മോചിപ്പിക്കാം, അല്ലേ? അതുപോലെ എല്ലാ നിയമങ്ങൾ കൊണ്ടും മരണം വിധിക്കപ്പെട്ട് മരിച്ച കുട്ടിയെ ആ മരണത്തിൽ നിന്ന് മുക്തനാക്കാൻ ജഗദീശ്വരനായ ഭഗവാന് ഒരു പ്രയാസവുമില്ല. ഭഗവാൻ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ കോടതികളുടെയും ഓർഡർ ക്യാൻസൽ ആവുകയാണ്. അപ്പൊ യമന്റെ നിയമങ്ങളും അവിടെ മാറ്റി വെക്കപ്പെടുകയാണ്. അതുകൊണ്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് യമൻ ഭയഭക്തി ബഹുമാനത്തോടെ ആ സാന്ദീപനി പുത്രനെ കൊടുത്ത കഥയൊക്കെ ശ്രീമദ് ഭാഗവതത്തിലൊക്കെ നമ്മൾ വായിച്ച് അറിയേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ശംഖം, പാഞ്ചജന്യം എന്നതായിട്ടുള്ള ശംഖം, അതാണ് ഭഗവാന്റെ കയ്യിൽ, കൃഷ്ണന്റെ കയ്യിലുള്ളതായിട്ടുള്ള ശംഖം. അതിനെക്കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയണം. അപ്പൊ മഹതിസ്യന്തനെ, വലുതായിട്ടുള്ള രഥത്തിൽ, മഹത്തായിട്ടുള്ള രഥത്തിൽ എന്നും പറഞ്ഞു. അർജുനന്റെ രഥത്തിനും പല പ്രത്യേകതകളുണ്ട്. അത് ദിവ്യമായിട്ടുള്ളൊരു രഥമാണ്. അത് ചെറുതാവാനും വലുതാവാനും കഴിവുള്ള രഥമാണ്. ഭൂമിയിൽ തൊടാതെ പറക്കാനുള്ള കഴിവുള്ള രഥമാണത്. അപ്പൊ അതിന്റെ സാരഥി ഭഗവാനും, പിന്നെ പറയേണ്ടതുണ്ടോ? അപ്പൊ എങ്ങനെയൊക്കെ അർജുനൻ മനസ്സിൽ വിചാരിക്കുന്നുവോ അങ്ങനെയൊക്കെ ആ രഥത്തിനെ രൂപാന്തരപ്പെടുത്താനും അതിനെ വേണ്ട രീതിയിൽ നയിക്കാനും കഴിവുള്ള ആള് തന്നെയാണ് ഭഗവാനും. അപ്പൊ എല്ലാം തികഞ്ഞ ആ മഹത്തായ സെന്തനത്തിൽ, ആ രഥത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ഭഗവാനും അർജുനനും മാധവഹ പാണ്ഡവഹ ചൈവ. ഭഗവാനെ ഇവിടെ മാധവൻ എന്ന് പറഞ്ഞു. മാധവൻ എന്ന് പറഞ്ഞാൽ മായുടെ ധവൻ, ലക്ഷ്മിയുടെ ഭർത്താവ്. അപ്പൊ ലക്ഷ്മീപതിയായ ഭഗവാൻ, അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭർത്താവ്, അല്ലെങ്കിൽ മായയുടെ നാഥൻ എല്ലാമായിരിക്കുന്ന ജഗദീശ്വരനായ ഭഗവാനും ആ പാണ്ഡവനായ അർജുനനും അവരുടേതായിട്ടുള്ള ശംഖങ്ങളെ മുഴക്കി എന്ന് പറയാണ്. അടുത്ത ശ്ലോകങ്ങളിൽ ഇവർ ഓരോരുത്തരും മുഴക്കിയ, പാണ്ഡവ പക്ഷത്തുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ മുഴക്കിയ ശംഖങ്ങളെ എടുത്തു പറയുന്നു. ആ നായകന്മാര്, മഹാരഥന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ പേരെടുത്ത് പറയുന്നു. അത് നോക്കാം. 18 വരെയുള്ളതായിട്ടുള്ള ശ്ലോകങ്ങൾ. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാവൃകോദരഃ അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പഗൗ കാശ്യശ്ച പരമേശ്വാസഃ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ചാപരാജിതഃ ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശഃ പൃഥ്വീപദേ സൗഭദ്രശ്ച മഹാബാഹുഃ ശംഖാൻ ദദ്മുഃ പൃഥക് പൃഥക്.
4 ശ്ലോകങ്ങൾ, ഒരേ ആശയം, കണ്ടിന്യൂസ്. ശങ്കാൻ ദദ്മു പൃഥക് പൃഥക്, പൃഥക് പൃഥക് ശങ്കാൻ ദദ്മുഹു, വേറെ വേറെ ശംഖങ്ങളെ മുഴക്കി എന്നാണ്. അപ്പൊ അവർ ആരൊക്കെ ഏതേത് ശംഖങ്ങളെ എന്ന് എടുത്തു പറയുകയാണ്. ആ ശ്ലോകം ഒരിക്കൽ കൂടെ വായിക്കാം. 4 ശ്ലോകങ്ങൾ. പാഞ്ചജന്യം ഹൃഷീകേശഃ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാ വൃകോദരഃ അനന്തവിജയം രാജാ കുന്ദീപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പഗൗ കാശ്യശ്ച പരമേശ്വാസഃ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ചാപരാജിതഃ ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശഃ പൃഥ്വീപദേ സൗഭദ്രശ്ച മഹാബാഹുഃ ശങ്കാൻ ദദ്മുഃ പൃഥക് പൃഥക്. അപ്പോ ആരാര് ഏതേത് ശംഖങ്ങളെ മുഴക്കി? പാഞ്ചജന്യം ഹൃഷീകേശഃ. ഹൃഷീകേശഃ, ഭഗവാനെ ഇവിടെ എടുത്തു പറഞ്ഞ പേര് ഹൃഷീകേശൻ എന്നാണ്. അദ്ദേഹം പാഞ്ചജന്യം എന്ന തന്റെ ശംഖിനെ, ദിവ്യമായ ശംഖിനെ ഘോഷിച്ചു. ദദ്മൗ, ദദ്മൗ എന്നുള്ളത് മുഴക്കി എന്നാണ്. അപ്പൊ ഋഷികേശൻ, ഋഷികേശൻ എന്നത് ഭഗവാനെ വിളിക്കുന്ന പ്രശസ്തമായിട്ടുള്ള പേരാണ്. ഗോവിന്ദൻ, അധോക്ഷജൻ എന്നൊക്കെ ഭഗവാന് സമാനമായിട്ടുള്ള പേരുകളുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരുന്നു കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ. കേനോപനിഷത്തിൽ പറയപ്പെടുന്ന ഉള്ളിലെ അന്തരാത്മാ തന്നെയാണ് ഋഷികേശൻ. ഏതൊരു ശക്തിയാൽ പ്രേരിതമായിട്ടാണോ നമ്മുടെ കണ്ണ് കാണുന്നത്, കാത് കേൾക്കുന്നത്, നാവ് രുചിക്കുന്നത്, ത്വക്ക് സ്പർശസുഖം അറിയുന്നത്, ശ്രോത്രേന്ദ്രിയൻ ചെവി കേൾക്കുന്നത്, മൂക്ക് മണക്കുന്നത്, കയ്യും കാലും ഒക്കെ അതാതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത്, നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത് ഒക്കെ ഏതൊരു ശക്തിയുടെ സാന്നിധ്യം കൊണ്ടാണോ, ഏതൊരു ശക്തിയാണോ ഉള്ളിലിരുന്നു കൊണ്ട് ഇതിനെയൊക്കെ പ്രേരിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്, ആ നമ്മുടെ ഉള്ളിലുള്ള ആത്മസ്വരൂപം തന്നെയാണ് ഋഷികേശൻ എന്ന ശബ്ദത്തിന്റെ അർത്ഥം. ഹൃഷീകാണാം ഈശഃ ഋഷികേശഃ. ഹൃഷീകാണാം ഈശഃ. ഹൃഷീകങ്ങൾ എന്നാൽ ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളുടെ ഈശൻ, നാഥൻ, നിയന്ത. അപ്പൊ അന്തര്യാമി എന്ന് തന്നെയാണ് അർത്ഥം. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ. ഋഷികേശഃ പാഞ്ചജന്യം. പാഞ്ചജന്യം എന്ന ശംഖിനെ അദ്ദേഹം മുഴക്കി. ദേവദത്തം ധനഞ്ജയഃ. അർജുനന് ഈ രാജസൂയ യാഗത്തിന് വേണ്ടി ദിഗ്വിജയം നടത്തി ധനം സമ്പാദിച്ചു കൊണ്ടുവന്നപ്പോൾ കിട്ടിയ പേരാണ് ധനഞ്ജയൻ എന്നത്. അങ്ങനെയുള്ള ആ ധനഞ്ജയൻ തൻ്റെ കയ്യിലുള്ള മയദത്തമായിട്ടുള്ള ദേവദത്തം എന്ന പേരോടുകൂടിയതായിട്ടുള്ള ആ ശംഖത്തെ മുഴക്കി. പിന്നെ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാ വൃകോദരഃ. പൗണ്ഡ്രം മഹാശംഖം ദദ്മൗ. പൗണ്ഡ്രം എന്ന പേരുള്ളതായിട്ടുള്ള ആ വലിയ ശംഖിനെ മുഴക്കി ആര്? ഭീമകർമാ വൃകോദരഃ. വൃകോദരൻ എന്നുള്ളത് ഭീമന്റെ ഒരു പര്യായ നാമമാണ്. വൃകസ്യ ഉദരം ഇവ യസ്യ ഉദരം. വൃകം എന്നാൽ ചെന്നായയാണ്. അപ്പൊ ചെന്നായയുടെ ഉദരം പോലെ, വയറ് പോലെയാണ് ഭീമസേനന്റെ വയറ്. ചെന്നായയുടെ ഉദരം ഭയങ്കര ദഹനശക്തിയുള്ളതാണ്. അതിൻ്റെ ജഠരാഗ്നി വളരെ പവർഫുള്ളാണ്. എന്ത് കഴിച്ചാലും അതിൻ്റെ വിശപ്പ് മാറില്ല. അതാണ് ചെന്നായ്ക്കളുടെ ശീലം, ചെന്നായ്ക്കളുടെ സ്വഭാവം.
അപ്പോൾ വലിയ വിശപ്പുള്ളതാണ് ചെന്നായ എന്ന ജന്തു. എന്ത് തിന്നാലും മതിയാവില്ല. അത്ര വലിയ ജഠരാഗ്നിയാണ് അവരുടെ ഉള്ളിൽ. അപ്പം അതുപോലെയാണ് ഭീമസേനന്റെ ഉള്ളിലും ജഠരാഗ്നി വളരെ പവർഫുള്ളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടിയാലും ശാപ്പിടും, എത്ര കിട്ടിയാലും മതിയാവില്ല. അതുകൊണ്ട് പാണ്ഡവന്മാര് എവിടെ കഴിഞ്ഞപ്പോഴും അവർക്ക് ഭക്ഷണം കിട്ടുന്നത് പരിമിതമായിരുന്നപ്പോഴൊക്കെ അവരുടെ ഭക്ഷണത്തിൽ നിന്ന് നല്ലൊരു പങ്ക് ഈ സഹോദരന് വേണ്ടി അവർ മാറ്റിവെക്കും. വലിയ പങ്ക് ഭീമന് കൊടുത്തിട്ടേ ബാക്കിയുള്ളവർ അവർക്ക് ആവശ്യമുള്ള നിസ്സാരമായിട്ടൊരു പങ്ക് മാത്രമേ യുധിഷ്ഠിരനും അർജുനനും നകുല സഹദേവന്മാരും ഭക്ഷിക്കുള്ളൂ. ഒരു വലിയ പങ്ക് ഏട്ടനുള്ളതാണ്. 3 അനുജന്മാരും അതുപോലെ യുധിഷ്ഠിരന് ആദ്യം കാണിച്ചു കൊടുക്കും. ഭീമന്റെ വിശപ്പ് അവർക്കൊക്കെ അറിയാം. അപ്പോൾ ആളിക്കത്തുന്ന അഗ്നി പോലെ ഉള്ള ഉദരത്തോട് കൂടിയവനാണ് വൃക്കോദരൻ. അതുപോലെ ചെന്നായുടെ വയറ് എപ്പോഴും ഒട്ടിയിരിക്കും, ഒന്നും കഴിക്കാത്തതുപോലെ ഇരിക്കും എത്ര കഴിച്ചാലും. അതുപോലെ ഭീമസേനന്റെ വയറ് ഒട്ടിക്കൊണ്ടിരിക്കും, ഒന്നും കഴിച്ചിട്ടില്ല തോന്നും, ഒക്കെ ദഹിച്ചു പോകും വേഗം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉദരം നല്ലോണം ശുഷ്കിച്ച ഉദരമായിരിക്കും, ഉണങ്ങിയ ഉദരമായിരിക്കും, ഒന്നും കഴിക്കാത്തതുപോലെ. അതുകൊണ്ട് വൃകോദരൻ എന്ന് ഭീമസേനന്റെ പേര്. ഭീമകർമ്മ എന്നും അദ്ദേഹത്തെ വിളിച്ചു. എന്ന് വെച്ചാൽ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യുന്ന ആള്. ഭഗനെയും കീചകനെയും ഹിഡിംബനെയും പോലെയുള്ള വലിയ വലിയ ശക്തന്മാരായിട്ടുള്ള ആളുകളെ ഇപ്പൊ ജരാസന്ധനെ വധിച്ചു. ആർക്ക് സാധിക്കും ഭീമസേനല്ലാതെ? 10,000 ആനയുടെ ശക്തിയുള്ള ജരാസന്ധനെ വധിച്ചത് ഈ ഭീമസേനനാണ്. അപ്പൊ അങ്ങനെയുള്ള ഭീമകർമാവായ വൃകോദരൻ പൗണ്ഡ്രം എന്ന പേരുള്ള മഹാശംഖം ദദ്മവും. ആ ഭീമസേനന്റെ കയ്യിലുള്ള ശംഖത്തിന്റെ വലുപ്പം അത് വളരെ വലുതാണ്. വേറെ ആർക്കും ഊതാൻ പറ്റില്ല. അതില് ആരൂതിയാലും അതിൽ നിന്ന് ശബ്ദം വരില്ല, അത്ര വലുതാണ് എന്ന് പറയാം. അതാണ് മഹാശംഖം എന്ന് എടുത്തു പറഞ്ഞത്. അത് ഭീമസേനയെ കൊണ്ട് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ശംഖം ഭീമകർമ്മ വൃകോദര. ഇപ്പൊ പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമ്മ വൃകോദര. അപ്പൊ ഈ പേരുകളൊക്കെ പറയുന്നതിലൂടെ 10 ദിവസമായി യുദ്ധം തുടങ്ങിയിട്ട്. ഭീഷ്മ പിതാമഹൻ വീണ് കഴിഞ്ഞു. ഇനി ഓരോരുത്തരായി വീഴാൻ ഉറപ്പായിരിക്കുകയാണ്. കാരണം ഭീഷ്മ പിതാമഹൻ വീണ് കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും ബാക്കി വീഴാനുണ്ടോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഈ ശക്തന്മാരുടെ മുമ്പിൽ? അതുകൊണ്ട് ഈ രാജാവിനെ, ഈ ധൃതരാഷ്ട്രനെ സഞ്ജയൻ പരോക്ഷമായിട്ട് പ്രേരിപ്പിക്കുകയാണ്. ഇനിയെങ്കിലും ഈ വൈകിയ വേളയിലും ഈ 10-ാം ദിവസത്തിലും യുദ്ധം മതിയാക്കാൻ വേണമെങ്കിൽ അങ്ങേക്ക് ഒരു ദൂതനെ വിട്ടാൽ മതി മക്കളെ തിരിച്ചു വിളിക്കാൻ. മക്കളെ മതിയാക്കൂ യുദ്ധം. പാണ്ഡവന്മാർക്ക് അർഹിക്കുന്ന പാതിരാജ്യമെങ്കിലും കൊടുക്കൂ. മുഴുവൻ കൊടുക്കാൻ വേണമെങ്കിൽ, കാരണം ജീവൻ രക്ഷിക്കാൻ, ഇവരുടെയൊക്കെ പ്രാണനെ രക്ഷിക്കാൻ, ഇവരെയൊക്കെ കുരുതി കൊടുക്കാതിരിക്കാൻ. പോട്ടെ, പിതാമഹൻ പ്രായമായി കുറെ, അദ്ദേഹം പോട്ടെ, സാരമില്ല. 100-300 വയസ്സ് വരെ ജീവിച്ച ആളാണ്. ഇനിയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ മരിക്കാൻ കിടക്കണു. അപ്പൊ അവരെയൊക്കെ വേണമെങ്കിൽ ഇനിയും തിരിച്ചു വിളിക്കാം. ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരൻ പറയുന്നത് പ്രകാരം അനുസരിച്ച് അദ്ദേഹത്തിന്റെ മന്ത്രിമാരും സേനാനായകന്മാരുമായി രാജകീയ സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് രാജകുമാരന്മാരായി തന്നെ ഇവിടെ തന്നെ കഴിയാം. ആ ശ്രേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരൻ ആരോടും ഭേദഭാവം കാണിക്കുകയില്ല. ധൃതരാഷ്ട്രയെ സ്വന്തം അച്ഛനെ പോലെ, അച്ഛനേക്കാൾ ബഹുമാനത്തോടെ കാണും. ഗാന്ധാരിയെ രാജമാതാവായിട്ട് തന്നെ കാണും. ദുര്യോധനാദികളെ സഹോദരന്മാരായിട്ട് തന്നെ കാണും. ഒരു ഭേദവും കാണിക്കില്ല. ഇനിയും വൈകിയിട്ടില്ല, വേണമെങ്കിൽ യുദ്ധം ഇപ്പോഴും നിർത്താം എന്നുള്ള ഒരു സൂചന കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെയൊക്കെ ആ മഹത്തായ നല്ല നല്ല പേരുകൾ എടുത്തു പറയുന്നത്. ഋഷികേശൻ എന്ന് ഭഗവാനെയും സർവാന്തര്യാമിയായ എല്ലാവരുടെയും ആത്മസ്വരൂപനായിട്ടുള്ള ആളാണ് ഭഗവാനെന്നും, ലോകം മുഴുവൻ ജയിച്ച ധനഞ്ജയനാണെന്നും, അർജുനനെ മഹാശംഖം മുഴക്കുന്ന ഭീമകർമാവായ വൃകോദരനാണെന്നും,
ഭീമനെയൊക്കെ എടുത്തു പറയാനും ഒക്കെ കാരണം ഇനിയും രാജാവേ വൈകിട്ടില്ല കേട്ടോ, 10 ദിവസം ആയിട്ടേ ഉള്ളൂ, യുദ്ധം പറഞ്ഞാൽ മതി എന്ന് പരോക്ഷമായി സൂചിപ്പിക്കുന്നുവോ എന്ന് ഇതിൽ നിന്നൊക്കെ നമ്മൾ ധ്വനിയിൽ നിന്ന് എടുക്കണം. വ്യാസൻ തുറന്നു പറയില്ല അതൊന്നും, ആ ധ്വനിയിൽ നിന്ന് നമ്മൾ ഊഹിച്ചെടുക്കാം. തുടർന്ന് അനന്ത വിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണി പുഷ്പകൗ. രാജാ യുധിഷ്ഠിരഃ, കുന്തിപുത്രഃ യുധിഷ്ഠിരഃ, കുന്തിപുത്രനായ രാജാ യുധിഷ്ഠിരഃ എന്ന എടുത്തു പറഞ്ഞത്. രാജാവാകേണ്ട ആളും ഇന്ദ്രപ്രസ്ഥത്തിൽ രാജാവായിരുന്ന ആളും എല്ലാം കൊണ്ടും രാജാവിന്റെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞതുമായിട്ടുള്ള യുധിഷ്ഠിരൻ, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ശംഖ് അനന്തവിജയം എന്ന പേരുള്ള ഒരു ദിവ്യമായിട്ടുള്ള ശംഖമാണ്. അപ്പോ കുന്തിപുത്ര രാജാ യുധിഷ്ഠിര അനന്തവിജയം നാമ ശംഖം ദദ്മൗ. നകുലഃ സഹദേവഃ ച സുഘോഷമണിപുഷ്പകൗ. നകുലഃ സുഘോഷനാമ ശംഖം ദദ്മൗ. നകുലൻ സുഘോഷം എന്ന പേരുള്ള ശംഖത്തെ മുഴക്കി, സഹദേവൻ മണിപുഷ്പകം എന്ന പേരുള്ളതായിട്ടുള്ള ശംഖത്തെ മുഴക്കി. അപ്പൊ പാണ്ഡവന്മാർ ഓരോരുത്തരുടെ കയ്യിലുള്ള ശംഖുകൾക്ക് വിശിഷ്ടങ്ങളായ നാമങ്ങൾ: അനന്തവിജയം, സുഘോഷം, മണിപുഷ്പകം. ഇനി മറ്റ് സേനാനായകന്മാരെ എടുത്തു പറഞ്ഞുകൊണ്ട് അവരുടെ ശംഖുകളുടെ പേര് പറയുന്നില്ല. കാശ്യശ്ച പരമേശ്വാസ എന്ന് പറയുമ്പോൾ വലിയ വില്ലാളി വീരനായ കാശ്യനും, ശിഖണ്ഡീച്ച മഹാരഥ, മഹാരഥനായ ശിഖണ്ഡിയും. ശിഖണ്ഡിയെ കുറിച്ച് ഇന്നലെ പറഞ്ഞു നമ്മൾ. ദൃഷ്ടദ്യുമ്നോ, ദൃഷ്ടദ്യുമ്നനും, പാഞ്ചാലി സഹോദരനായ ദ്രുപദപുത്രനായിട്ട് ദൃഷ്ടദ്യുമ്നനും, വിരാടശ്ച, വിരാട രാജാവും, സാത്യകിശ്ച അപരാജിത, പരാജിതനല്ലാത്ത, ഒരിക്കലും പരാജയം അറിയാത്തവനായിട്ടുള്ള സാത്യകി എന്ന യാദവനും. അപ്പോ പരമേശ്വാസ കാശ്യ, മഹാരഥ ശിഖണ്ഡി, ദൃഷ്ടദ്യുമ്ന വിരാട, അപരാജിത സാത്യകി. ഈ ശ്ലോകത്തില് 5 പേരെ പറഞ്ഞു. അത് കഴിഞ്ഞ് ദ്രുപദോ, പാഞ്ചാല രാജാവായ ദ്രുപദനും, ദ്രൗപദേയാശ്ച, പാഞ്ചാലിയുടെ 5 മക്കളും, ദ്രൗപദേയാശ്ച, അവർ 5 പേര്. സർവശഃ, എല്ലാ ഭാഗത്തു നിന്നും, പൃഥ്വീപതി, അല്ലയോ ധൃതരാഷ്ട്ര രാജാവേ എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രനെ സംബോധന ചെയ്യുന്നതാണ് പൃഥ്വീപതി. സൗഭദ്രശ്ച മഹാബാഹു, മഹാബാഹുവായ വലിയ കൈകളോടുകൂടിയ ക്ഷത്രിയ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞ ആ കുമാരനായ സൗഭദ്രനും, സൗഭദ്രൻ സുഭദ്രയുടെ പുത്രനായ അഭിമന്യുവും. അപ്പൊ ഈ ശ്ലോകത്തില് ദ്രുപദൻ 5, ദ്രൗപദി പുത്രന്മാര് 6ആയി, അഭിമന്യു 7 പേര്. അപ്പൊ 7 മുകളിൽ 5, 7 5 12, പഞ്ചപാണ്ഡവന്മാര് 17, കൃഷ്ണൻ 18. പാണ്ഡവ പക്ഷത്ത് പറഞ്ഞപ്പോ 18 പേരെ എടുത്തു പറഞ്ഞു ശംഖ് മുഴക്കിയത്. മറ്റേ പക്ഷത്ത് പറഞ്ഞപ്പോ ഭീഷ്മരെ മാത്രമേ പേരെടുത്ത് പറഞ്ഞുള്ളൂ, ബാക്കി എല്ലാവരെയും കൂട്ടത്തിൽ കൂട്ടി. ഇവിടെ 18 പേര് കൃഷ്ണനിൽ നിന്ന് തുടങ്ങി നല്ല സംഖ്യ 18 പേരാണ് പാണ്ഡവ പക്ഷത്ത് എടുത്ത് പറഞ്ഞത്. എല്ലാവരും ശംഖാൻ ദദ്മുഹു, പൃഥക് 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 എന്ന് പറഞ്ഞാൽ വെവ്വേറെ, വേറെ വേറെ എന്നർത്ഥമാണ്. പൃഥക് എന്ന് പറഞ്ഞാൽ വേറെ. അപ്പൊ വേറെ വേറെ ശംഖങ്ങളെ ദദ്മുഹു മുഴക്കി ഘോഷിച്ചു. ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ അവരവരുടെ കയ്യിലുള്ള വിശിഷ്ടങ്ങളായ ശംഖങ്ങളെ വേറെ വേറെയായിട്ട് മുഴക്കി എന്ന് പറയുമ്പോൾ ഒരു തരംഗം പോലെ, അല്ലാതെ ഒന്നിച്ചു ഒരു ബഹളമല്ല. ഒരാള് മുഴക്കി നിർത്തുമ്പോഴേക്കും അടുത്ത ആള് തുടങ്ങിക്കൊണ്ട്, ക്രമത്തിൽ എന്നൊക്കെ അർത്ഥം. ഡിസിപ്ലിനോടുകൂടി ഒരു നല്ലൊരു ടീമായിക്കൊണ്ട് അങ്ങനെയുള്ള അവരുടെ ശംഖങ്ങൾ മുഴക്കിയപ്പോൾ ശത്രുക്കളുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ആ ഒരു ഭയം ഉണ്ടാക്കുന്ന
അതിനെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 19ാമത്തെ ശ്ലോകം. സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ. സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ. സഘോഷഃ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത് നഭഃ ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ. അപ്പൊ സഹ ഘോഷഃ, പാണ്ഡവന്മാർ മുഴക്കിയതായിട്ടുള്ള ആ ശംഖങ്ങളുടെ ഘോഷങ്ങൾ, 18 പേര് വരി വരിയായിട്ട് വെവ്വേറെയായിട്ട് ഗംഭീരമായിട്ട് ഘോഷിച്ച ആ ശംഖഘോഷം നഭശ്ച പൃഥിവീം ചൈവ. നഭഃ എന്നാൽ ആകാശം, പൃഥിവി എന്നാൽ ഭൂമി. അപ്പൊ ആകാശത്തിലും ഭൂമിയിലും തുമുലഃ, തുമുലം എന്നാൽ പ്രകമ്പനം കൊള്ളിക്കുന്നതായിട്ട്, മാറ്റൊലിക്കൊള്ളിക്കുന്നതായിട്ട്. വ്യനുനാദയൻ, വ്യനുനാദയൻ വിശേഷേണ അനുനാദയൻ. അനുനാദം തന്നെയാണ് എക്കോ. ഒരു നാദത്തിന്റെ പുറകെ ഉണ്ടാവുന്ന നാദം അനുനാദം, മാറ്റൊലി, എക്കോ. അപ്പോൾ എല്ലാ ഭാഗത്തും ആകാശവും ഭൂമിയും 8 ദിക്കുകളിലും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട്, എല്ലാ ദിക്കുകളെയും മാറ്റൊലിക്കൊള്ളിച്ചുകൊണ്ട്, പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത്. ആ ധാർത്തരാഷ്ട്രന്മാരുടെ, അങ്ങയുടെ പുത്രന്മാരുടെ എന്ന് അച്ഛനോട് തന്നെയാ പറയണത്. അങ്ങയുടെ മക്കളുടെ കാര്യം ചോദിച്ചില്ലേ അങ്ങ്? കേട്ടോളൂ. അങ്ങയുടെ പുത്രന്മാരുടെ, ധാർത്തരാഷ്ട്രാണാം ധൃതരാഷ്ട്രപുത്രാണാം ഹൃദയാനി, അവരുടെ ഹൃദയങ്ങളെ വ്യദാരയത്. വ്യദാരയത് എന്ന് പറഞ്ഞാൽ വിദാരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ പിളർക്കുക, പൊടിക്കുക, പിളർക്കുക, ഭേദിക്കുക എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ അവരുടെ ഹൃദയങ്ങളെ ഭേദിച്ചുകൊണ്ട്, പിളർന്നുകൊണ്ട്, അവരുടെ ഉള്ളില് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞാലോ എന്ന പോലെ ചിന്തയുണ്ടാക്കിക്കൊണ്ട്, ഭയപ്പെടുത്തിക്കൊണ്ട്, ഭയചകിതരാക്കിക്കൊണ്ട്, ആകാശവും ഭൂമിയെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട്, എല്ലാ ദിക്കുകളിലും മാറ്റൊലിക്കൊണ്ടു. അപ്പൊ പാണ്ഡവന്മാരുടെ ശംഖധ്വനിയെ കുറിച്ച് പറയുമ്പോൾ സഞ്ജയന് തന്നെ ഇവിടെ 100 നാവാവണു. എന്താ വെച്ചാൽ അതിന്റെ ആ ഒരു ഇമ്പാക്റ്റാണ് അദ്ദേഹം നേരിൽ അനുഭവിച്ചത്. സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഹൃദയങ്ങളെ ഭേദിച്ച് ഹതോത്സാഹരായിട്ടുണ്ടാവും. അവരുടെ ഉത്സാഹം ചോർന്നു പോയിട്ടുണ്ടാവും, അവരുടെ ഊർജമൊക്കെ ചോർന്നു പോയിട്ടുണ്ടാവും, ശക്തിയൊക്കെ വാർന്നു പോയിട്ടുണ്ടാവും, മുഖത്തെ രക്തമൊക്കെ വറ്റിയിട്ടുണ്ടാവും. കൗരവന്മാരുടെ വായിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. അതുപോലെ ഭയപ്പെടുത്തിക്കൊണ്ട്, അതായിരുന്നു ഇവിടുത്തെ രംഗം. അപ്പൊ ഇതാ 2 കൂട്ടരും യുദ്ധത്തിനുള്ള സന്നദ്ധതയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവരവരുടേതായിട്ടുള്ള ശംഖങ്ങള്, നായകന്മാരൊക്കെ മുഴക്കി കഴിഞ്ഞു. ഇനി ഇതാ നമ്മുടെ ശ്രീമദ് ഭഗവത്ഗീതയുടെ ആ പശ്ചാത്തലം അവതരിപ്പിക്കുന്നു. അർജുനന്റെ ആജ്ഞ ഭഗവാനോട്, എന്റെ രഥത്തെ കൊണ്ടുപോയി 2 സൈന്യങ്ങളുടെയും മധ്യത്തിൽ നിർത്തൂ. എത്ര നേരം, എന്തിനു വേണ്ടി, അതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ആ ശ്ലോകങ്ങൾ നോക്കാം. അധ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശസ്ത്രസംവാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഹൃഷീകേശം തദാ വാക്യം ഇദമാഹ മഹീപദേ സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത. അധ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ
പ്രവൃത്തേ ശസ്ത്രസംവാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഹൃഷീകേശം തദാ വാക്യം ഇദമാഹ മഹീപദേ സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത. അഥ അനന്തരം, എന്തിന്റെ അനന്തരം? രണ്ട് സൈന്യങ്ങളും അവരവരുടേതായിട്ടുള്ള യുദ്ധസന്നദ്ധതയെ പ്രഖ്യാപിപ്പിച്ചതിന് ശേഷം, യുദ്ധം ഒഴിവാകില്ല എന്നുറപ്പായ ശേഷം, അനന്തരം അഥ, അല്ലയോ മഹീപതേ എന്ന് ധൃതരാഷ്ട്രയെ സംബോധന ചെയ്യാണ് സഞ്ജയൻ. വ്യവസ്ഥിതാൻ ധാർത്തരാഷ്ട്രാൻ ദൃഷ്ട്വാ, ഉറച്ചു നിൽക്കുന്ന യുദ്ധത്തിനായി കൊണ്ട് സജ്ജരായി തയ്യാറായി നിൽക്കുന്നവരായ ധാർത്തരാഷ്ട്രാൻ ദൃഷ്ട്വാ, ധൃതരാഷ്ട്രപുത്രന്മാരെയും അവരുടെ സൈന്യത്തെയും 11 അക്ഷൗഹിണി സൈന്യത്തെ കണ്ടിട്ട് ശസ്ത്രസംവാദേ പ്രവൃത്തേ ധനുരുദ്യമ്യ, ആ സേനകൾ രണ്ടു പക്ഷത്തു നിന്നും ശസ്ത്രസംവാദേ പ്രവൃത്തേ സതി, ശസ്ത്രം സമ്പദിപ്പിക്കൽ പ്രവൃത്തമായപ്പോൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധങ്ങൾ പ്രയോഗിക്കാനായിക്കൊണ്ട് ആരംഭിച്ചപ്പോൾ എന്നാ പറയണത്. ഇപ്പൊ യുദ്ധം ആരംഭിക്കുകയായി. പ്രവൃത്തേ സതി എന്നാണ്, പ്രവൃത്തമായപ്പോൾ, ആരംഭിച്ചപ്പോൾ. അപ്പൊ ഒരു ഭാഗത്തുനിന്ന് ഇവരുടെ ആജ്ഞ കിട്ടിയതോട് കൂടിയിട്ട് കാലാൾ സൈന്യങ്ങളൊക്കെ അങ്ങോട്ടും പയറ്റ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. വാൾപ്പയറ്റ്, ഗദ, അങ്ങനെയുള്ള ആയുധങ്ങളെ കൊണ്ടുള്ളതായിട്ടുള്ള പ്രഹരങ്ങൾ അങ്ങോട്ടും ചീറിപ്പാഞ്ഞടുത്തുകൊണ്ട് കാലാളുകൾ തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധം ആരംഭിക്കാൻ ഉള്ള ആജ്ഞ കൊടുത്തു കഴിഞ്ഞു. ഇനി വലിയ മഹാരഥന്മാരാണ്, അവർക്ക് എന്താ പറയുക, അവർക്ക് പറ്റിയതായിട്ടുള്ള എതിരാളികളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് നേർക്ക് ദ്വന്ദ്വ യുദ്ധത്തില് ആയുധങ്ങൾ പ്രഹരിക്കുക. മറ്റത് താഴേക്കടയിലുള്ളവർ തമ്മിൽ ഉള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് ഇവിടെ എടുത്തു പറഞ്ഞത്, ശസ്ത്രസംവാദേ പ്രവൃത്തേ, ശസ്ത്രസംവാദം പ്രവൃത്തമായിരിക്കേ, അറ്റ് ദ സെയിം ടൈം, ഇൻ ദ മീൻ വൈൽ എന്നൊക്കെ അർത്ഥമാണ്. അതേ സമയത്ത് ധനുഹു ഉദ്യമ്യ കപിധ്വജഃ പാണ്ഡവഃ, ധനുഹു ഉദ്യമ്യ, വില്ലിനെ വേണ്ട പോലെ ഉദ്യമിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വലിച്ചു കെട്ടി, ഞാനൊലി മുഴക്കി, എടുത്തു പൊക്കി എന്നൊക്കെ അർത്ഥമാണ്. ഉദ്യമ്യ, ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നും പറയാം. വില്ലെടുത്ത് തയ്യാറായിക്കൊണ്ട്, ഉദ്യമിച്ചുകൊണ്ട്, യുദ്ധത്തിന് ഒരുമ്പെട്ടുകൊണ്ട് കപിധ്വജഃ പാണ്ഡവഃ. കപിധ്വജഃ പാണ്ഡവഃ എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ ആയിട്ടുള്ള പാണ്ഡവ, 5 പേര് പാണ്ഡവന്മാരുണ്ട്. അതിൽ കപിധ്വജഃ പാണ്ഡവഃ എന്ന് പറയുമ്പോൾ അർജുനന്റെ കൊടിയടയാളമാണ്. കപി എന്ന് പറഞ്ഞാൽ ഒരു വാനരനാണ് കൊടിയടയാളം. ആരാ വാനരൻ? ഹനുമാൻ സ്വാമി തന്നെയാണ്, ആഞ്ജനേയ സ്വാമി തന്നെയാണ് ഇങ്ങനെയുള്ള കൊടിയടയാളം, അർജുനന്റെ കൊടിയടയാളം. അപ്പൊ കപിധ്വജനായ പാണ്ഡവൻ, ആഞ്ജനേയ സ്വാമിയെ തന്നെ തന്റെ കൊടിയടയാളമാക്കിയിട്ടുള്ള ആ മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനൻ, തഥാ അപ്പോൾ ഋഷികേശം ഇതം വാക്യം ആഹ, ഋഷികേശനോട് ഈ വാക്യത്തെ പറഞ്ഞു. ഇതം വാക്യമാഹ, ഏത് വാക്യത്തെ? ഹേ അച്യുത, അല്ലയോ അച്യുത, സേനയോർ ഉഭയോർ മധ്യേ മേ രഥം സ്ഥാപയ. ഉഭയോഹോ സേനയോഹോ മധ്യേ, 2 സൈന്യങ്ങളുടെയും മധ്യത്തിൽ എന്റെ രഥത്തെ കൊണ്ടുപോയി നിർത്തൂ. സ്ഥാപയ എന്നുള്ളത് സംസ്കൃതത്തില് നിർത്തൂ, സ്ഥാപിക്കൂ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി നിർത്തൂ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ എന്റെ രഥത്തെ 2 സൈന്യങ്ങളുടെയും മധ്യത്തിലേക്ക് നയിക്കൂ, അവിടെ കൊണ്ടുപോയി നിർത്തൂ. കുറച്ച് നേരത്തേക്ക് നിർത്തണം, അതാണ് സ്ഥാപിക്കാൻ പറയുന്നത്. വെറുതെ കൊണ്ടുപോയാൽ മാത്രം പോരാ, ഒന്ന് നിർത്തിത്തരണം, എനിക്ക് കാണണം. ഇപ്പൊ ഇവിടെ കപിധ്വജഃ എന്ന് പറഞ്ഞു അർജുനനെ. അർജുനൻ തന്റെ കൊടിയടയാളമായിട്ട് ഹനുമാൻ സ്വാമിയാണ് സ്വീകരിച്ചിരിക്കുന്നത്.
അതിൻ്റെ പുറകിലൊക്കെ കഥയുണ്ട്, അത് പിന്നെ പറയാം. അടുത്ത ശ്ലോകം കൂടി വായിച്ചു നിർത്താൻ, കാരണം ഇതിൻ്റെ ആശയം തുടർച്ചയായിട്ടുള്ള ആശയമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് താൻ ഭഗവാനോട് രഥത്തെ നിർത്താൻ പറയുന്നത്? യാവതേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാൻ അവേക്ഷേഹം യയേതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാൻ അവേക്ഷേഹം യയേതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ. ഇപ്പൊ ഇവിടെ താൻ എന്തിനു വേണ്ടിയിട്ടാണ് രഥത്തെ രണ്ട് സൈന്യത്തിന്റെയും മധ്യത്തിൽ കൊണ്ടു നിർത്താൻ പറയുന്നത് എന്ന് എടുത്തു പറയുകയാണ്. യാവത് ഏതാൻ നിരീക്ഷേ അഹം, അഹം ഞാൻ, യാവത് എത്ര നേരം, ഏതാൻ നിരീക്ഷേ ഇവരെ നോക്കിക്കാണുമോ നിരീക്ഷിക്കുമോ അത്ര നേരം. യാവത് എന്ന് പറഞ്ഞാൽ എത്ര നേരത്തോളം. ആരെ നോക്കിക്കാണണം? ഏതാൻ എന്ന് പറഞ്ഞു, ഇവരെ എന്ന് പറഞ്ഞാൽ ആരാണ് അവര്? യോദ്ധുകാമാൻ അവസ്ഥിതാൻ, യുദ്ധം കാമിച്ചുകൊണ്ട് അവസ്ഥിതരായിരിക്കുന്നവരെ, വന്നു ചേർന്നിരിക്കുന്നവരെ, യുദ്ധം ചെയ്യാൻ ഇച്ഛിച്ചുകൊണ്ട് വന്നു ചേർന്നിരിക്കുന്നവരെ. അപ്പൊ എന്തിനാണ് ഞാൻ കാണേണ്ടത്? കൈഹി മയാ സഹ യോദ്ധവ്യം, കൈഹി സഹ മയാ യോദ്ധവ്യം, ആരോടാണ് എന്നാൽ യുദ്ധം ചെയ്യപ്പെടേണ്ടത്. അപ്പൊ എനിക്ക് തക്കതായിട്ടുള്ള ഒരു എതിരാളിയെ ഞാൻ ആരൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അവരോടൊക്കെ യുദ്ധം ചെയ്യണം. തന്നേക്കാൾ വളരെ മോശമായിട്ടുള്ള ആളുകളോട് യുദ്ധം ചെയ്യുന്നത് മര്യാദയല്ല. രഥത്തിലിരുന്നു കൊണ്ട് കാലാളിനോട് യുദ്ധം ചെയ്യുന്നത് ഒരു മര്യാദയല്ല, യുദ്ധ നിയമമൊന്നുമല്ല. കാലാളുകൾ കാലാളുകളോടും, കുതിരപ്പടയാളികൾ കുതിരപ്പടയാളികളോടും, ആനപ്പടയാളികൾ ആനപ്പടയാളികളോടും, രഥത്തിലുള്ളവർ രഥത്തിനോടും യുദ്ധം ചെയ്യുന്നതാണ് മര്യാദ. അല്ലാതെ രഥത്തിലിരുന്നുകൊണ്ട് താഴെയുള്ളവരുടെ നേരെ മിസൈലുകൾ അയക്കുന്നത് മര്യാദയൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് മര്യാദക്കാരനായിട്ടുള്ള അർജുനൻ പറയുകയാണ്, എനിക്ക് തുല്യനായിട്ടുള്ള, ഞാൻ യുദ്ധം ചെയ്യാൻ യോഗ്യനായിട്ടുള്ള ആരൊക്കെയാണ് ആ പക്ഷത്തുള്ളത് അവരെയൊക്കെ ഒന്ന് നല്ലോണം നോക്കട്ടെ. കൈഹി സഹ മയാ യോദ്ധവ്യം, ആരോട് കൂടിയാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? അസ്മിൻ രണസമുദ്യമേ, ഈ യുദ്ധം എന്ന സമുദ്യമത്തിൽ. നോക്കൂ, ഇപ്പൊ അർജുനന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? സമുദ്യമേ എന്നാ പറയണത്. ഈ യുദ്ധം എന്ന സമുദ്യമത്തിൽ, സമ്യക്കായ ഉദ്യമം, ഉത്തമമായ ഉദ്യമം. ഇവിടെ സമുദ്യമമായിട്ടാണ് യുദ്ധത്തിന് വന്നിരിക്കുന്നത് അർജുനൻ. ഇനിയാണ് ഈ അർജുനന് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. ഇപ്പൊ കൺഫ്യൂഷനൊന്നുമില്ല, ഇപ്പൊ സ്ട്രെയിറ്റ് ആണ് അർജുനൻ, ധർമ്മബോധത്തോടുകൂടി വന്നിരിക്കുകയാണ്, സമുദ്യമം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ രണസമുദ്യമത്തിൽ ഞാൻ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് കാണട്ടെ. യോത്സ്യമാനാൻ അവേക്ഷേ അഹം, അഹം അവേക്ഷേ, ഞാൻ നല്ലോണം കാണട്ടെ, അവേക്ഷണം ചെയ്യട്ടെ, എല്ലാറ്റിന്റെയും മുകളിലൂടെ ഒന്ന് നോക്കട്ടെ, ഒന്ന് ഓവറോൾ ഒരു ലുക്ക്, അതാണ് അവേക്ഷണം, നിരീക്ഷണം. യോത്സ്യമാനാൻ, യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നവരെ ഞാൻ കാണട്ടെ. യഹ ഏതേ, അല്ലെങ്കിൽ ഏതേ അത്ര സമാഗത. യ എന്നുള്ളത് ഇവിടെ എന്നുള്ളതാണ്, ലോപിച്ചു പോയതാണ്. എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്. യഹ എന്നുള്ളത് ഏകവചനവും എന്നുള്ളത് ബഹുവചനവുമാണ്. ഇവിടെ ബഹുവചനമാണ്. ആ ബഹുവചനത്തിലെ കാരം ലോപിച്ചു പോയതാണ്. അപ്പൊ അന്വയിക്കുമ്പോ ഏതേ, യാവരാണോ ഇവിടെ അത്ര സമാഗതാഹ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. എന്തിനായി വന്നു ചേർന്നിരിക്കുന്നത്? ദുർബുദ്ധേഹേ ധാർത്തരാഷ്ട്രസ്യ യുദ്ധേ പ്രിയചികീർഷവഃ, ദുഷ്ടബുദ്ധിയായ ധാർത്തരാഷ്ട്രന്, ധൃതരാഷ്ട്രപുത്രന്, ദുര്യോധനന് യുദ്ധത്തിൽ പ്രിയം ചെയ്യുവാൻ ഇച്ഛിച്ചുകൊണ്ട് ആരൊക്കെയാണ് വന്നു ചേർന്നിരിക്കുന്നത് ഞാൻ കാണട്ടെ. അപ്പൊ ഉള്ളില്
ദുര്യോധനനോടുള്ളതായിട്ടുള്ള ദ്വേഷം നല്ലോണം പ്രകാശിപ്പിക്കുന്നുണ്ട്. ദുർബുദ്ധേഹേ ധാർത്തരാഷ്ട്രസ്യ, ദുഷ്ടബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രന് യുദ്ധത്തിൽ പ്രിയം ചെയ്യുവാൻ വന്നിരിക്കുന്നവരാരൊക്കെയാണെന്ന് ഞാൻ കാണട്ടെ, എനിക്ക് യുദ്ധം ചെയ്യാൻ യോഗ്യരായവർ ആരൊക്കെയാണെന്ന് ഞാൻ നോക്കട്ടെ. എത്ര നേരം ഞാൻ നോക്കുന്നുവോ അത്ര നേരം ഈ രഥത്തെ രണ്ട് സൈന്യത്തിന്റെയും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തൂ. ഇതാണ് ഭഗവാനോട് അർജുനന്റെ ആജ്ഞ പോലെ. കാരണം താൻ ഇപ്പൊ രഥത്തിന്റെ സ്വാമിയാണ്, ഭഗവാൻ സാരഥിയാണ്. അപ്പൊ സാരഥിയായിട്ടുള്ള ഭഗവാനോട് പറയണു, രഥം സ്ഥാപയമേ അച്യുത. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് നാളെ കാണാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ 3 ക്ലാസ്സും ഉണ്ട്. നാളെ കാണാം. ഹരി ഓം.